ഒന്ന് നിൽക്കൂ. ഇതുകൊണ്ട് നിനക്കൊന്നും ലഭിക്കില്ല, വേദന കൂടുകയുള്ളൂ. ഇല്ല, ഇത് അവസാനിക്കും. ഇത് കുറച്ച് നിമിഷത്തെ കാര്യം മാത്രമേ ഉള്ളൂ. അതെ, കുറച്ച് നിമിഷത്തെ കാര്യമേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ നിന്റെ തലയൊട്ടി പിളർന്നു പോകും, ഹൃദയം പൊട്ടിച്ചിതറും. ആ ഷോക്കിനാൽ നിന്റെ ശരീരം മരവിക്കും. എന്നിട്ട് ഒടുവിൽ ഞാൻ സ്വസ്ഥമായി മരിച്ചു വീഴും. നോ 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 നോ, നിന്റെ വേദന അവസാനിക്കില്ല. നിന്റെ ശരീരം ആ വേദന ഇല്ലാതാക്കും കുറച്ചു നേരത്തേക്ക്. പക്ഷെ നിന്റെ ആത്മാവ് നിസ്സഹായാവസ്ഥയിലാവും. ഞാൻ എന്താ അനുഭവിക്കുന്നതെന്നൊക്കെ അറിയാമോ? എല്ലാം എല്ലാം വേദനിപ്പിക്കുന്നു. എല്ലാവരും വേദനിപ്പിക്കുന്നു. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഇനിയും ജീവിക്കും. എന്തിനു വേണ്ടി? എപ്പോഴും തകരുന്ന പ്രദേശങ്ങൾക്ക് വേണ്ടിയോ? സ്നേഹം, വഞ്ചിക്കപ്പെടുന്ന സ്നേഹത്തിന് വേണ്ടിയോ? അപമാനപ്പെടുത്തുന്ന കുറേയേറെ പരാജയങ്ങൾക്ക് വേണ്ടിയാണോ? ഇതിനെല്ലാമാണോ ഞാൻ ജീവിക്കേണ്ടത്? അതേ വാക്കുകൾ, അതേ താളം. വെറോണിക്ക, നീ നല്ലൊരു ബ്ലോഗറാണ്, നല്ലൊരു എഴുത്തുകാരിയാണ്. ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണ്? അതൊരു വിഷയമല്ല. യു ആർ യുണീക്ക്. നിന്റെ ഫോളോവേഴ്സ്, നീ അറിയാതെ നിന്നെ ആരാധിക്കുന്നവർ. യു ഇൻസ്പയർ പീപ്പിൾ, യു മോട്ടിവേറ്റ് പീപ്പിൾ. എന്നിട്ട് നീ ഈ ലോകം വിട്ടുപോകാൻ തീരുമാനിക്കുന്നു. എന്റെ ജീവിതത്തിന് അർത്ഥമില്ല. ഞാൻ ആകെ തകർന്നിരിക്കുകയാണ്. ഒരു മോശം അധ്യായമുള്ളത് കൊണ്ട് ഒരു പുസ്തകം മുഴുവൻ മോശമാണെന്നില്ലല്ലോ. നിനക്കിനിയും ഒരുപാട് സമയമുണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷേ നീ ജീവിക്കുകയാണെങ്കിൽ മാത്രം. You inspire people, you motivate people. നീ നല്ലൊരു ബ്ലോഗറാണ്, നല്ലൊരു എഴുത്തുകാരിയാണ്. You motivate people, you motivate people. എനിക്ക് നിങ്ങളോട് നന്ദി പറയണമെന്ന് തോന്നുന്നു. ഐ ആം യുണീക്ക് ആൻഡ് ഐ വിൽ ലീവ്. ആളുകളെ ഞാനൊന്ന് മോട്ടിവേറ്റ് ചെയ്യും, നീ ചെയ്തതുപോലെ. ഹലോ, ഇയാളിത് എവിടെ പോയി? ഹലോ, എവിടെ? സ്ട്രേഞ്ച്. ഞാൻ എത്ര വലിയൊരു അബദ്ധമാണ് ചെയ്യാൻ പോയത്. വെറോണിക്ക, ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. യുവർ ബ്ലോഗ്സ് ആർ എക്സലൻറ്റ്. എൻ്റെ 3 മിനിറ്റ് നേരത്തെ സുഹൃത്തിന് നന്ദി. ഈ സമയത്ത് എനിക്ക് ആവശ്യമുള്ളതെന്ന പോലെ അർത്ഥവത്തായ കാര്യങ്ങൾ എന്നോട് സംസാരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ താങ്കൾ ഇതെവിടെ പോയി മറഞ്ഞു? നാം കണ്ടുമുട്ടുന്ന ഓരോരുത്തരും എന്തിനൊക്കെയോ പേടിക്കുന്നുണ്ട്, എന്തിനൊക്കെയോ സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ടതിന് വേണ്ടിയുള്ള തിരച്ചിലുകൾ പലപ്പോഴും ഒത്തിരി നീണ്ടുപോകാറുണ്ട്. അവിടെ കണ്ണീരും സങ്കടങ്ങളും നഷ്ടബോധവും എല്ലാമുണ്ട്. പക്ഷേ അവ സത്യത്തിൽ ഒരു വെളിച്ചത്തെ കണ്ടെത്താൻ നമ്മെ സഹായിക്കുകയാണ്. നിന്നെപ്പോലെ എനിക്കും ആ ജീവിത വെളിച്ചം നഷ്ടപ്പെട്ടുപോയി.
പക്ഷേ ഒരിത്തിരി വൈകിയാണെങ്കിൽ കൂടി ഞാനത് വീണ്ടും കണ്ടെത്തി. ലെറ്റ്സ് ഫോക്കസ് ഓൺ മേക്കിംഗ് എ ലൈഫ്, നോട്ട് ജസ്റ്റ് എ ലിവിങ്.